പേരൻസും ഫേസ് ചെയ്യുന്ന ഒന്നാണ് സമൂഹത്തിൽ നിന്ന് ബന്ധുക്കളിൽ നിന്നും വിവാഹം കഴിക്കാൻ താമസം നേരിടുമ്പോൾ ഈ വക ചോദ്യങ്ങൾ. അതായത് പ്രണയം വല്ലതുമുണ്ടോ, പ്രശ്നം എന്ന് വരെ എന്നോടൊക്കെ ചോദിച്ചവരുണ്ട്. ബേസിക്കലി ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ എന്നോടും, കാരണം 25+ ആയിരിക്കുന്ന എല്ലാ പെൺകുട്ടികളും അല്ലെങ്കിൽ പെൺകുട്ടികളും നേരിടേണ്ടതായി വരുന്നൊരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ തന്നെ 25 വയസ്സ് കഴിഞ്ഞതും എല്ലാ ചുറ്റിൽ നിന്നും ഒരുപാട് ആൾക്കാർ വന്നിട്ട് എന്താ കല്യാണം കഴിക്കാത്തേ, കല്യാണം കഴിക്കുന്നില്ലേ, കല്യാണം കഴിക്കാതിരിക്കുന്നത് എന്തിനാ, ഇങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ശരിക്കും ഇങ്ങനെ നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട ഒരു കാര്യമാണോ ഈ വിവാഹം എന്ന് പറയുന്നത്? 25+ ചോദിക്കുന്നത് പോയിട്ട് ഒരു 17 വയസ്സ് തൊട്ട് തന്നെ നാട്ടുകാരും വീട്ടുകാരും ചോദിക്കാൻ തുടങ്ങും. ശരിയാണ്. അപ്പം ഒരു വ്യക്തിയാണ് ഡിസൈഡ് ചെയ്യേണ്ടത് കല്യാണം കഴിക്കണോ വേണ്ടേ എന്നുള്ളത്. അപ്പം വീട്ടുകാർ എന്ത് പറ്റും, സമൂഹം മൊത്തം എവിടത്ത് എന്താ കുട്ടി ഇത്രയും പ്രായപൂർത്തിയായിട്ട് നിങ്ങൾ കല്യാണം നോക്കുന്നില്ലേ എന്ന്. അത് പെൺകുട്ടികൾക്ക് മാത്രമല്ല, ആൺകുട്ടികൾക്കും ഈ പ്രശ്നമുണ്ട്. ആൺകുട്ടികൾക്ക് ഇപ്പോൾ 25-26 വയസ്സിലൊക്കെ ജോലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ സമൂഹം മൊത്തം എന്താ കെട്ടിക്കാത്തത്, നോക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കിട്ടാൻ പാടാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പാരൻസിനെ നിർബന്ധിക്കാറുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്, ചില കുട്ടികൾ ഫ്ലെക്സിബിൾ ആവും, ഓക്കെ, പക്ഷെ അവർ മാനസികമായിട്ടും ഈ കല്യാണം എന്നുള്ള പ്രസ്ഥാനത്തിനോട് തയ്യാറെടുപ്പ് നടത്തൂല. കാര്യം കല്യാണം എന്ന് പറയുന്നത് നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടെയാണ്. മറ്റൊരു വ്യക്തി, നമ്മൾ സിംഗിളായിട്ട് ഇരുന്ന നമ്മളെ അടുത്തേക്ക് മറ്റൊരു വ്യക്തിയും കൂടെ വന്നു ചേരുകയാണ്, മറ്റൊരു കുടുംബം വന്നു ചേരുകയാണ്. അപ്പോൾ ഈ 2 കുടുംബങ്ങൾ തമ്മിൽ സിങ്ക് ചെയ്യേണ്ടതാണ്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഒരു പക്വതയോടെ ചിന്തിക്കാനുള്ള ഒരു ടൈം കൊടുക്കാതെ ആയിരിക്കാം പലപ്പോഴും ഒരു വിവാഹം എന്നുള്ള ഒരു ഇതിലേക്കൊക്കെ ചെന്ന് ചാടിക്കൊടുക്കണത്. അപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതെ, ഈ ആൾക്കാരുടെ വായടപ്പിക്കാൻ ചെയ്യുന്നത് ഒരു വലിയ ദുരന്തത്തിലേക്ക് ചെന്ന് അവസാനിക്കുന്നത് പോലെയോ? തീർച്ചയായിട്ടും. ആൾക്കാർ വായടപ്പിക്കാൻ പറയുന്ന മാത്രമല്ല, ബന്ധുക്കൾക്ക് എന്തുമാത്രം സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാവുന്നത്. കാര്യം കല്യാണം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ ദൂരത്തിന്റെ ഒരു മേഖലയാണ്. അതെ, നമുക്ക് പറയാം, ഓക്കെ, കുറേ ആൾക്കാർ അതുകൊണ്ട് ജീവിക്കുന്നവരുണ്ടെന്നുള്ളത്. പക്ഷെ അതിന് അവസാനം എന്താണ്, നമ്മുടെ ഇവിടെ കുട്ടികൾക്ക് ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒത്തുപോകാൻ പറ്റിയില്ലെങ്കിൽ എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് വീട്ടുകാരുടെ അടുത്ത് എനിക്കിവിടെ പ്രശ്നമുണ്ടെന്ന് തുറന്നു പറയാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ അവരാലോചിക്കുന്നത് വീട്ടുകാർ മൊത്തം കടത്തിലാണ്. അപ്പം ഞാൻ ഇനി വീട്ടിൽ ചെന്ന് നിന്നാൽ എന്ത് ചെയ്യും, ഈ കടങ്ങളൊക്കെ ആര് തീർക്കും? അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം ഇല്ലാത്തതുകൊണ്ടാണ് പല കുട്ടികളും ഈ വിഷമങ്ങൾ പുറത്തു പറയാനായിട്ട് മടിക്കുന്നത്. അതെ, എഡ്യൂക്കേറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ പറയുന്ന പോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇപ്പൊ തന്നെ ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. മേ ബി അത് വീട്ടിൽ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. അതർവൈസ് എന്താ പറയാ, ഇത്രയും വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാലും അവർക്കതൊരു ബുദ്ധിമുട്ടാവും, ഞങ്ങളൊരു ഭാരമാകുമെന്ന തോന്നലായിരിക്കാം അല്ലേ? തീർച്ചയായിട്ടും. കാര്യം അത് മാത്രമല്ല, ഇതിലിപ്പം സൂയിസൈഡിന്റെ ഇതിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് നല്ല രീതിയിലുള്ള ലൈഫ് സ്കിൽസ് ഉണ്ടാവില്ല. ഒരു പ്രശ്നം വന്നാൽ അതെങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ള നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പൊതുവെ മനുഷ്യർക്ക് അറിയില്ല. കാര്യം നമ്മളെ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ടെമ്പററി ആവാം, പക്ഷെ അത് നമ്മൾ ഭയങ്കരമായിട്ടുള്ള രീതിയിലായിരിക്കും അതിനെ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ലൈഫ് സ്കില്ലിൻ്റെ ഇഷ്യൂസ് ആവാം, ചില മാനസിക ഇഷ്യൂസ് ആവാം, പ്രശ്നങ്ങളാവാം, ചിലപ്പം ഹെൽപ്ലെസ്നെസ് ആവാം. എന്നെ ആരും സഹായിക്കാനില്ല, എനിക്കിനി മുന്നോട്ട് ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ല, അങ്ങനെയൊക്കെ ആവുന്ന സമയത്താണ് അതിലേക്ക് ചെന്ന് പോകുന്നത്. അതിനകത്ത് എനിക്കൊന്ന് ഇൻറ്ററപ്റ്റ് ചെയ്യാനുള്ളത്, ആക്ച്വലി അതൊരു ജനറേഷൻ, ഒരു ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റമുണ്ട്. സി ജനറേഷൻ. ഈ സി ജനറേഷൻ എന്ന് വെച്ചാൽ ഒരു 1995 മുതൽ ഒരു 2012 വരെ ഉള്ള ഒരു കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളാണ് അതിനകത്ത് പെടുന്നത്. അവർക്ക് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ അറിയില്ല. ഈ ബുദ്ധിമുട്ടുകൾ അറിയാതെ വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ 1995 മുതൽ 2012 അവർ, അതായത് അവരുടെ പേരൻസ് ഒന്നും അവരെ ഒരു കഷ്ടപ്പാടിനും വിടാറില്ല. മാത്രമല്ല അവർക്ക് എല്ലാ ഫെസിലിറ്റീസും സ്കൂളിൽ വിടുന്നത് വരെ കാറിൽ കൊണ്ടുവിടുന്നു. ശരിയാണ്, ഞങ്ങളുടെയൊക്കെ ജനറേഷൻ അങ്ങനെയാണ്. സ്കൂളിൽ കൊണ്ടുവിടുന്നു. അത് മാത്രമല്ല തിരിച്ചവരെ കൊണ്ടുവരുന്നു. കോളേജിലാണെങ്കിലും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. എല്ലാം അവർക്ക് ബുദ്ധിമുട്ടിനുള്ള ഒരു അവസരം കൊടുക്കില്ല. ഈ സീജൻ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. മാരേജിൽ പോയാലും അവർക്കൊന്നും ബുദ്ധിമുട്ടാനോ അവർക്ക് വിഷമിക്കാനോ ഉള്ള അവർക്ക് അതൊന്നും എന്ന് വെച്ചാൽ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. വലിയ വേദനയാണെന്ന് പറയും. അപ്പം അവരൊന്നും സഹിക്കത്തില്ല, അവരൊന്നും അഡ്ജസ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളൊരു ഈ സഹനം, അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ
സഹിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അവർക്ക് അതൊന്നും ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് ഈ സൂയിസൈഡ് വരുന്നതെന്ന് പറഞ്ഞാൽ, അവർക്ക് കുറച്ചു പോലും മുമ്പത്തെ നമ്മളുടെ തലമുറകൾ, അതായത് ആ ജനറേഷന് മുമ്പുള്ള തലമുറകളൊക്കെ ആണെങ്കിൽ അവർക്ക് എല്ലാം അവർക്ക് ഒന്നും കയ്യിൽ കൊടുത്തിട്ടല്ല, അവരെല്ലാം ഹാർഡ് വർക്കിംഗ് ആണ്, ഏർണിംഗ് ആണ്. ഇതെല്ലാം അവരുടെ കയ്യിൽ കൊടുക്കുമ്പോഴത്തേക്കും, അതായത് എനിക്ക് തോന്നുന്നു കൃപ 1995 ശേഷമുള്ള കുട്ടിയാണ്, മനസ്സിലായില്ലേ? അപ്പം സ്പൂൺ ഫീഡിങ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ തന്നോണ്ടേയിരിക്കുക, അല്ലാണ്ട് നമ്മളായിട്ട് ഒന്ന് നേടിയെടുക്കുക. അത് ഒരു സമയമുണ്ട്. അതായത് ഞങ്ങളിപ്പം പുറത്ത്, അതായത് ഒരു 20 ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് ഹോസ്റ്റൽസ് ജീവിതമൊക്കെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്, ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷെ അവിടെയും പ്രതിസന്ധികൾ എങ്ങനെ നേരിടണമെന്ന് പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഇതുപോലെ കമന്റിൽ വന്നതായിരുന്നു മാം, അതായത് ഇതുപോലെ ഡിവോഴ്സ് വരുന്ന സമയത്ത് എത്ര നാളിനിടയിൽ നമുക്ക് ഡിവോഴ്സ് ചെയ്യാം, വിവാഹത്തിന് ശേഷം എന്ന് നമുക്ക് ഡിവോഴ്സ് ചെയ്യാനായിട്ട് പറ്റും? ഡിവോഴ്സ് ചെയ്യുന്ന 1 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡിവോഴ്സിന് ഒരു പെറ്റീഷൻ മൂവ് ചെയ്യാം. കല്യാണം കഴിഞ്ഞ് അതിന് മാൻഡേറ്ററി പീരീഡ് 1 ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് ഡിവോഴ്സിന് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആഫ്റ്റർ മാരേജ് 1 ഇയർ വേണം. ആഫ്റ്റർ മാരേജ് 1 ഇയർ വേണം. അതിനുശേഷം നമുക്കൊരു പെറ്റീഷൻ മൂവ് ചെയ്താൽ എത്ര രൂപയാകും എന്നതിനെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഓരോ ഡിവോഴ്സ് കേസും യൂണീക്കാണ്. അതായത് ഒരു കേസിന്റെ ഫാക്ട്സ് ആയിരിക്കില്ല മറ്റൊരു കേസ്. പിന്നെ ഈ ഡിവോഴ്സ് കേസ് അത് ഓരോരുത്തർക്കും ഒരുപാട് കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ടാവും. അത് ഓരോന്നും ഓരോ രീതിയിലാണ്. ഫിക്സഡ് റേറ്റ് നമുക്ക് അത് ഡിപ്പെൻഡ്സ് ഓൺ ഓരോ വക്കീലന്മാരുടെയും അവരവരുടെ ഫീസ് ഉണ്ട്. മനസ്സിലായില്ലേ? ശരിയാണ്, ഓരോരുത്തർക്കും ഓരോ കേസസ് ആണ്. അതിന്റെ കോംപ്ലക്സ് ആയിട്ടുള്ള രീതികളൊക്കെ വെച്ചിട്ട് ഡിഫറെന്റ് ആയിട്ട് വരാം. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളതാണ് മാം, അതായത് ഇപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ പ്രഷർ അനുഭവിക്കുന്ന കുട്ടികൾ ഇപ്പോൾ മാമിന്റെ മുന്നിലേക്ക് വരാറുണ്ട്. അപ്പോൾ വിവാഹത്തിന് മുന്നേയും വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ പ്രഷറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് മനസ്സിലായിടത്തോളം ഇപ്പം ഞാനാണെങ്കിലും, ഇപ്പം എൻ്റെ വീട്ടുകാരെ കുറ്റം പറയുന്നതായിട്ടല്ല കേട്ടോ, എന്ന് വെച്ചാൽ ഞാനാണെങ്കിലും അവരെ തെറ്റ് പറയാനും പറ്റത്തില്ല. ഞാൻ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോഴത്തേക്കും കല്യാണം എന്താ, കല്യാണം കഴിക്കുന്നില്ലേ, ഇന്നയാളിങ്ങനെ ചോദിച്ചു എന്നൊക്കെ പറയുന്നൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രഷർ അനുഭവിക്കുന്ന കുട്ടികൾ മാമിന്റെ മുന്നിലേക്ക് വരാറുണ്ടോ? അപ്പൊ അവരുടേതായിട്ടുള്ളൊരു എന്താണ്, അതായത് വിവാഹത്തിന് ശേഷം വന്നവരുണ്ടാവാം, വിവാഹത്തിന് മുന്നേ വന്നവരുണ്ടാവാം. അപ്പൊ അവരുടെ ഒരു നേച്ചർ എങ്ങനെയായിരിക്കാം? കൂടുതലും വിവാഹം കഴിക്കുന്നില്ല, അതുകൊണ്ട് നിർബന്ധിപ്പിക്കണം, കുട്ടിയുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കണം, എന്താണെന്ന് അറിയില്ല, വിവാഹത്തെക്കുറിച്ച് പറയുമ്പോഴേ ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കുന്നു, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പാരൻസ് കുട്ടികളെ നമ്മളടുത്തേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, പക്ഷെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് അത് വിവാഹത്തിൻ്റെ ഒരു ആവശ്യകത ഉണ്ടോ എന്നൊരു ചോദ്യം നമ്മളടുത്ത് ഇങ്ങോട്ടേക്ക് ചോദിക്കും, കുട്ടികളെ ചോദിക്കും. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള കാര്യം നമ്മൾ കൂടുതൽ പോകുമ്പം മനസ്സിലാക്കുന്നത് പാരൻസ് തമ്മിൽ നല്ലൊരു ബന്ധത്തിലായിരുന്നിരിക്കില്ല. ഓക്കെ.